ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് ഗൈസ്? സുഖം എല്ലാവർക്കും? ഗൈസ്, നമ്മൾ ഭയങ്കര ലാഗാണല്ലേ? നമ്മളല്ല, ഞാൻ ഇല്ല ഗൈസ്, ഞാൻ ഇനി പഴയ പോലെ ഒന്നല്ല. ഞാൻ ഈ പ്രോപ്പർലി വീഡിയോ അപ്ലോഡ് ചെയ്യും. കാരണം ഞാൻ എൻ്റെ മടിയൊക്കെ മാറ്റി വന്ന് മാറ്റി വെച്ചു. ഇനി മടിയൊന്നുമില്ല. ഇനി പ്രോപ്പറായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഉറപ്പ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, വീഡിയോയിലോട്ട് പോണതിന് മുന്നേ നമ്മളെ ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന. അപ്പൊ നേരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടോ. നമ്മുടെ തുടക്കം തന്നെ അമ്പലത്തിൽ നിന്നാവുമ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണോ ഇന്നെന്ന്. യെസ്, സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസം തന്നെ. ഇന്ന് എൻ്റെ പിറന്നാളാണ് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ മൂന്നും കുളിച്ച് സുന്ദരക്കുട്ടപ്പന്മാരായിട്ട് അമ്പലത്തിൽ പോയി. എന്താ സുന്ദരക്കുട്ടപ്പനല്ലേ? അപ്പോൾ ഞങ്ങൾ മൂന്നാളും പോയി, ബാക്കി ആരും വന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കുശല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയായിരുന്നു. എന്നിട്ട് ശരി, അണക്കെന്താ കിട്ടി? ഇട്ടപ്പോ അണക്കെന്താ ഗിഫ്റ്റ് കിട്ടി? ഞാൻ എന്റെ സർപ്രൈസ് ഗിഫ്റ്റ് തുറന്ന് നോക്കട്ടെ മച്ചാ. ഗൈസ്, ഇനിയാണ് നമുക്ക് രണ്ട് സാധനങ്ങൾ അൺബോക്സ് ചെയ്യാൻ കേട്ടോ. ഇതില് ഒന്ന് നമുക്ക് ഗിഫ്റ്റാണ് ഉണ്ടാവും, മനസ്സിലാവും. ഈ ഒന്ന് ഇത് എന്താ, ഇതിന്റെ പാസ്പോർട്ടാണ്. ഇത് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാട്ടോ, എങ്ങനെ ഉണ്ട് നോക്കാം. അതായിട്ട് പൊട്ടിക്കാൻ പോവാട്ടോ. ഫോട്ടോ ഉണ്ടോ കേട്ടോ? വേറെ ഫോട്ടോ ഇരിക്കണു. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. പക്ഷെ കുറെ നാൾ ആഗ്രഹം കേട്ടോ ഇതൊന്നും നമുക്ക് സെറ്റ് ചെയ്യണമെന്ന്. ഇനി നമുക്ക് നെക്സ്റ്റ് കിട്ടും. ഇത് എനിക്കൊരാള് തന്നതാണ്. ആളിത് തന്നപ്പോ ഞാൻ ഭയങ്കര വണ്ടടിച്ച് നിന്നത്. എനിക്കിങ്ങനെ ഈ ഗിഫ്റ്റ് ഒന്നും ഇങ്ങനെ പൊതുവെ കിട്ടിയിട്ടില്ല. അപ്പോ അങ്ങനെ പെട്ടെന്ന് ഒരാള് തന്നപ്പോ എന്തോ ഒരു വണ്ടടിച്ച് ഞാൻ നിന്ന്. അപ്പൊ ഞാൻ ഒരു താങ്ക്സ് പോലും ആളടുത്ത് പറഞ്ഞില്ല. എന്തായാലും ഇത് തന്ന ആൾക്ക് ഒരുപാട് താങ്ക്സ്. അത് ആൾക്കാട്ടോ, വേറെ ആരും വേണ്ട. നമുക്കിത് അൺബോക്സ് ചെയ്തോ കേട്ടോ. യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം കേട്ടോ, സത്യം. ആൾക്കിന്റെ മനസ്സ് അറിയാതെ ഞാൻ കാണിച്ചാൽ ഇത് എയർപോഡാണ്. ബോട്ടിന്റെ എയർപോഡാണ്. ഞാനല്ലേ ഒരു മിനിറ്റ്, ഞാൻ എന്റെ എയർപോഡ് കാണിച്ചത് ഗൈസ്. ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന എയർപോഡ് കേട്ടോ, ബോട്ടിന്റെ തന്നെ. പക്ഷെ ഇതിനില്ലേ, ഇത് നോക്കി നോക്കാം. ഇത് പിള്ളേരാരോ വന്നിട്ട് കളിച്ചിട്ട് നാസായി കണ്ടോ. ഇത് ഇളകി പോവാ. ഞാൻ ഇതും തമ്മിലുള്ള ഡിഫറൻറ്റ് കാണിച്ചു. ഇതിന് ഒരു സീനും ഇല്ല. പക്ഷെ ഇതില്ലേ, ഇതിങ്ങനെ ഇളകി കളിച്ചുകൊണ്ടിരിക്കാം. നമ്മളെ പുതിയ സാധനം നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേറെ ഫോണുണ്ട്, മൈ ഫോൺ. ഇതാണ് ഫോട്ടോ. എൻ്റെ ഫോണിൻ്റെ മറ്റേ ഫോൺ നോക്കി കൊടുത്ത് ഇപ്പൊ ഷൂട്ട് ചെയ്യണതില്ല. നമുക്ക് പാട്ട് കേട്ടോട്ടെ. ഫോട്ടാകുമ്പോ പിന്നെ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഗൈസ്, അങ്ങനെ വലിയ ഇടയ്ക്ക് സൗണ്ട് ചെക്ക് ചെയ്യാതൊക്കെ പറഞ്ഞ് നോക്കിയപ്പോഴേക്കിന് ഐഫോൺ ഫുള്ളായി ഗൈസ്. പിന്നെ വേഗം ആൻഡ്രോയിഡിലേക്ക് ഷെയർ ആക്കി. പിന്നെ നെക്സ്റ്റ് വീഡിയോ എടുക്കുകയാണ്. സാധനം കിട്ടില്ല കേട്ടോ. സാധനം കേൾക്കാനൊക്കെ നല്ല ഒരു ഇതുണ്ട്. പിന്നെ കാണുമ്പോൾ തന്നെ ഒരു രസമൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് അറിയോ? പിന്നെ തറവാട്ടിൽ നിന്ന് എല്ലാവരും വരും. പാപ്പനും മേമ കുട്ടികൾ എല്ലാവരും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരും. അപ്പോൾ ഫുഡ് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മേടിച്ചിട്ട് വരണം കേട്ടോ. ഇന്നലെ ഒരു ഷർട്ട് എടുത്തായിരുന്നു കേട്ടോ. ഞാൻ ഈ ഷർട്ടാണ് എടുത്ത്. വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ്
ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇതെന്ന് മനസ്സിലായി. ഞാൻ ഈ ഷർട്ട് ഇട്ടിട്ടാണ് ഇന്നലെ പോയത്. എന്നിട്ട് നേരെ അതിന്റെ കളർ ചേഞ്ച് എടുത്ത് വന്നിട്ട് കട്ടായിട്ട് പോയിക്കാൻ സംഭവം ഒന്നും ഓർമ്മല്ല. ഇവിടെ വന്ന് കുഞ്ഞിട്ട് പറയുമ്പോഴാണ് അല്ല ഇതിങ്ങനെ ഷർട്ട് ഉണ്ടല്ലോ സംഭവം. ഞാൻ ഇട്ട് നിൽക്കുകയാണ് കളർ ചേഞ്ച്. എന്ത് പറയാ ഫുള്ളീറ്റ് പാട്. ഇനി ഒന്നുമില്ല. അപ്പോ നമുക്ക് എല്ലാം കഴിക്കാൻ പോവാം ഗൈസ്. പിന്നെ നടന്നത് മൊത്തം ഡാർക്ക് സീനാട്ടോ. ആ ഫുഡൊക്കെ കഴിച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് എനിക്കൊരു കോള് വരുന്നുണ്ട്. ഫുഡാപ്പോ ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഇല്ല. നേരെ അവനെ ഞാൻ വിളിച്ചു. എടാ എന്താണ് സീന് ചോദിച്ചിട്ട് വിളിച്ചു. പോകുമ്പോ അങ്ങനെ ചെറുതായിട്ട് പറ്റിയിട്ടുണ്ട്, ആരോട് പറയണ്ട. ആ നേരെ ഹോസ്പിറ്റലിൽ പോയി അവന്റെ ഇതറിയണല്ലോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് മുറികൾ മാത്രമേ ഉള്ളൂ. ഞാൻ നേരെ പാപ്പന്മാരെയൊക്കെ വിളിച്ച് ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേ ഫുൾ ഫ്ലോപ്പായി. കാരണം ബർത്ത്ഡേ ഒക്കെ എന്ത് ഓനെല്ലാം അവിടെ കിടക്കുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ബർത്ത്ഡേ. അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അറിയാലോ നല്ല ലേറ്റ് ആവും. ഞങ്ങൾ വൈകിട്ടായി എത്തിക്കണം. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ എല്ലാരും ഇവിടെ എത്തിയായിരുന്നു. പിന്നെ എന്ത് ബർത്ത്ഡേ. പിന്നെ പറഞ്ഞു നമുക്ക് വൈകിട്ട് എല്ലാരും ജസ്റ്റ് ഒരു കേക്ക് മുറിക്കുക. അപ്പോ ജസ്റ്റ് ഒരു കേക്ക് മുറിച്ച് പിന്നെ ഞങ്ങളെ ഫാമിലിന്റെ ഒരു രീതിക്ക് അപ്പഴാട്ടോ മനസ്സിലായത്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ നേരെ വീഡിയോ കാണും. ഹാപ്പി ബർത്ത്ഡേ പാടണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി കുട്ടിക്കല്ല ഒരുപാട് സൗഭാഗ്യങ്ങളാണ് അതിന്റെ അമ്മമാരുടെ യെസ്. പാപ്പന്റെ ആദ്യം അന്റെ ഭാഗമൊന്നുമില്ലേ? ഞാൻ വിളിച്ച ഞാൻ ചോദിച്ചപ്പോ കാലെടുത്തത് മറന്നു പാവം. അത് കഴിഞ്ഞ ശേഷം ആളുണ്ട് പിന്നെയും കേക്കും കൊണ്ടൊക്കെ വരുന്നു. പിന്നെ അതും കഴിച്ച് പിന്നെ ഞങ്ങൾ എല്ലാവരും പാടെ ഫുഡൊക്കെ വട്ടത്തിലിരുന്ന് സാപ്പിട്ടത് ഞാനൊരൊറ്റ ഉറക്കം അങ്ങോട്ട് ഉറങ്ങി.